എൻ്റെ ചെങ്കിൻ്റെ ചെങ്കായ ഫുട്ബോളിൻ്റെ ഭാഷയിൽ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നോക്കുമ്പോൾ ഒരു ചെറിയ ഗ്രൗണ്ടാണ്, ഫുട്ബോളാണ്, പെനാൽറ്റി ഷൂട്ടൗട്ടാണ്. എങ്കിലും ഇങ്ങനെയൊന്ന് സംഘടിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവും. ഒന്നാമത് ഇത്രയും പേര് ഇവിടെ അവൈലബിൾ ആകണം. രണ്ടാമത് ഇങ്ങനെയെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും വ്യക്തമായൊരു ഫണ്ട് വേണം, ഒരു സംഘാടക സമിതി വേണം. അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് എത്ര പറഞ്ഞാലും തീരില്ല. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഒരു ചെറിയ കാര്യം ഞാൻ ഓർത്ത് പോട്ടെ. ഏകദേശം നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഏതാണ്ട് 65-70 കാലഘട്ടത്തിൽ നമ്മളിവിടെ നമ്മുടെ ഈ ഇറമ്പലല്ല, നമ്മുടെ ഈ താലൂക്കിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും അറിയപ്പെടുന്നൊരു പേരായിരുന്നു സെൻട്രൽ ക്ലബ്ബ്. അത് നമ്മുടെ അരിയോടി ശ്യാമിൽ സാറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ മോസസ് എന്ന് പറഞ്ഞ കളിയാരൻ, ചമക്കേരി, ഇങ്ങനെ പലരും ഉണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ രണ്ടാമത്തെ തലമുറയിലേക്ക് വന്നപ്പോഴത്തേന് മണി, ശശി, നാരായണൻകുട്ടി, ഞങ്ങളിങ്ങനെ കുറേ പേര്, അതുപോലെ MR രാജേന്ദ്രൻ, അങ്ങനെ പലരും ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മുൻ മെമ്പർ നമ്മുടെ ജോഷിയുടെ പപ്പ EP ചാക്കോ, അങ്ങനെ പലരും ഉണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കളിയാരൻ. അപ്പോൾ ആ ക്ലബ്ബ് അങ്ങനെ അതിൻ്റെ മൂർധന്യത്തിൽ നിന്നു. ഒരു കാലത്തുള്ള വെന്നിക്കൊടി പാറച്ചൂടെ നിന്നു. അതിനുശേഷം അത് പല കാരണങ്ങളാൽ ഇടയ്ക്ക് കുറച്ച് ശുഷ്കിച്ചു പോയി. പിന്നെ നമ്മുടെ സംഗമം ക്ലബ്ബ് വന്നു. അതിനുശേഷം ചാക്കോടെ ഇവിടെ ജോണ്, ലാലു ഇവരെല്ലാം കൂടി സംഘടിപ്പിച്ച ഈ തളലയ, അതിനുശേഷം ജോസ്കോ, ഇങ്ങനെ പല ക്ലബ്ബുകളും. എങ്ങനെയായാലും ഫുട്ബോൾ ഉണ്ട് അവിടെ. ഒരു കാര്യം ശരിയാണ്, നമ്മുടെ കൂടെ നിന്ന് ഇവിടുന്ന് ഒത്തിരി പേര് പ്രതിഭകൾ സ്പോർട്സിലും മറ്റും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ പഞ്ചായത്തിൻ്റെയോ ഈ താലൂക്കിൻ്റെയോ അല്ലെങ്കിൽ ജില്ലയുടെയോ ഏത് കോർണറിൽ ചെന്നാലും ഫുട്ബോളിൻ്റെ നെയിം പറയാനെടുത്ത് ഇറമ്പയത്തിൻ്റെ പേരുണ്ട്. അതൊരു പക്ഷേ ഇന്നിപ്പോൾ ഒരു 70 കഴിഞ്ഞവരോ 70 അറൗണ്ടിൽ നിൽക്കുന്ന എന്നെ പോലുള്ളവരോ അല്ലെങ്കിൽ താഴെയുള്ളവരോ ഇപ്പോൾ ഉള്ള ഈ 10, 12, 15കാരായാലും, കാരണം ഇന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് ആ കഴിവ്. ഇപ്പോൾ ഈ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ താളലയ ക്ലബിൻ്റെ കുട്ടികൾ, ചുണക്കുട്ടികൾ, നമ്മുടെ ഇറമ്പയത്തിൻ്റെ പേര് പഞ്ചായത്തിൻ്റെ മുകളിൽ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ കപ്പെടുത്തവരാണ്. അതുപോലെ പഞ്ചായത്തിൻ്റെ പേരിൽ ബ്ലോക്കിൽ പോയി കളിച്ചു. അവിടെയും നമ്മുടെ ബ്ലോക്കിൽ ജേതാക്കളായതും ഈ കുട്ടികളാണ്. അതിന് ആ കുട്ടികളുടെ പ്രയത്നത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ചാലക ശക്തികളായിട്ട് ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ബിൻസ്, അതുപോലെ അനില്, അത് തന്നെയുമല്ല എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇന്ന് സാധാരണ ഞാൻ വലിയ തിരക്കൊന്നുള്ള ആളല്ല, എങ്കിലും ഇന്നത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ജോൺസണൊക്കെ അറിയാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. വർഷാവസാന താങ്ക്സ് ഗിവിങ് മാസം, താങ്ക്സ് ഗിവിങ് അഡോറേഷനുള്ള ദിവസം കലക്ടർ പള്ളിയിൽ. അത് ഇന്ന് രാവിലെ ഒരു വൈകിട്ട് വരെ ഉണ്ടാവും. കുർബാന വൈകുന്നേരമാണ്. അപ്പം ഞാൻ തൊട്ടടുത്താണുള്ള പള്ളിയായിട്ട് 50 മീറ്റർ അകലെയുള്ള പള്ളിയിൽ സജീവമായിട്ട് എല്ലാ ദിവസവും പോകുന്ന ആളെന്ന രീതിയിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും സമയം പാലിക്കാൻ വേണ്ടി പകുതി കുർബാന കഴിഞ്ഞ് ഇറങ്ങിപ്പോരുകയായത് ആരും കാണാം. അപ്പോൾ സമയം പാലിക്കണമല്ലോ നമ്മൾ. അപ്പോൾ ലാലുവിൻ്റെയൊക്കെ വിളി ഒരിക്കലും നമുക്ക് നോ പറയാൻ പറ്റില്ല. തന്നെയുമല്ല ഈ ബിൻസിൻ്റെയും അതുപോലെ അനിലിൻ്റെയൊക്കെ ആ പെരുമാറ്റം, അവരുടെ ആ എന്താ പറയുക, ആ പൂർണ്ണമായിട്ടും മര്യാദയോട് കൂടിയുള്ള പെരുമാറ്റം, തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലുള്ള സംഘാടകർ, ചാക്കോടൂരിനെ പോലുള്ളവരും ലാലുവിനെ പോലുള്ളവരും എല്ലാവരുടെയും കൂടെ ചാലക ശക്തിയാണ്. അത് മറക്കാൻ പറ്റില്ല. അതുപോലെ ചാക്കോടൂരിനെയും നമ്മുടെ PJ ജോണിനെയൊക്കെ, CJ ജോണിനെയൊക്കെ ഓർക്കുന്ന ഈ കാലത്ത് ഞാൻ തീർച്ചയായിട്ടും ഇത്രയും സംഘടിപ്പിച്ച നിങ്ങളെല്ലാവരും വലിയ സല്യൂട്ട് നിങ്ങൾ അർഹിക്കുന്നുണ്ട്. ഇവിടെ പല ടീമുകളും ഉണ്ട്, ഒത്തിരി ടീമുകളോട് വന്നിട്ടുണ്ട്. വെറും ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടായിട്ട് മാത്രം നിങ്ങൾ കൂട്ടണ്ട. ഇതും ഫുട്ബോളാണ്, ഇതും ഗ്രൗണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ആ രീതിയിൽ തന്നെ എല്ലാവരും എടുക്കണം, ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. തീർച്ചയായിട്ടും ഇതൊന്നും നടന്നു പോകണമെങ്കിൽ ഇതിങ്ങനെ പോരാ. ഒരുപക്ഷെ നമ്മുടെ ഗ്രൗണ്ട് അവിടെ ഒരുങ്ങുന്നുണ്ട്. അതിനുവേണ്ടി കുറേ പേരെങ്കിലും ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് ഉള്ള ഒത്തിരി പേര് ഈ നാട് മുഴുവൻ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സ്റ്റേഡിയം നമുക്ക് നമ്മുടെ താലൂക്കിന് വേണ്ടി, നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ഇറമ്പയ സ്റ്റേഡിയം അനുവദിച്ചു കിട്ടിയത്. പക്ഷേ ഇന്നത്തെ ഞാൻ ഇവിടുത്തെ മാത്രം കാര്യമല്ല പറഞ്ഞത്, ഇറമ്പയത്തിന് മാത്രമല്ല, വെള്ളൂരിന് മാത്രമല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ കുട്ടികൾ കൂടുതലും ഈ ഒരു ചെറിയ സാധനം പിടിച്ചിങ്ങനെ മാന്താൻ പോവുകയാണ് പതിവ്. പക്ഷെ ഒന്ന് ഫുട്ബോളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ആ മൂല്യച്യുതിയൊക്കെ മാറിക്കിട്ടും. കാര്യം ഒത്തിരി പേര് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കറിയാം ഫുട്ബോളിൻ്റെ മുമ്പിൽ സ്റ്റാമിനയുടെ കാര്യത്തിലും പ്രവർത്തന മികവിലും ക്രിക്കറ്റ് ഒന്നുമല്ല. ക്രിക്കറ്റ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ പേര് വേൾഡിൽ നമ്മുടെ പേര് വളരെ വലുതാണ്. ഫുട്ബോളിലാണെങ്കിൽ നമ്മളുടെ സ്ഥാനം ഒത്തിരി പുറകിലുമാണ്. എങ്കിലും ഫുട്ബോളിൻ്റെ സ്റ്റാമിനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിലുള്ള ഇത്രയും ഫാൻ, അത് ISL ഫുട്ബോളിന്
അഥവാ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന ഫാൻ യൂറോപ്പിലുള്ളവരെ അതിശയിച്ചിരിക്കുക, ലാറ്റിൻ അമേരിക്കയിലുള്ളവർ വരെ. കാരണം അത്രയേറെ ഫുട്ബോൾ ഭ്രാന്തുള്ള ആൾക്കാരുടെ ഉണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരുപക്ഷെ എന്താണ് മിസ്ഫോർച്യൂൺ കൊണ്ടാണ് നമ്മുടെ ഷാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് മത്തൻ എന്നാണ്, വെട്ടോലി ഷാജി. അദ്ദേഹത്തിന് ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലേക്കുള്ള സെലക്ഷൻ നഷ്ടപ്പെട്ടത്. അതെനിക്ക് നേരിട്ട് തൊട്ടറിയാവുന്നതാണ്. അങ്ങനെ പല കുട്ടികളും ഇവിടെ ഉണ്ട്. കിങ്കിരി അവൻ്റെ പേര് മറന്നു, അങ്ങനെ പലരും നമുക്ക് മറക്കാൻ പറ്റില്ല. ഒത്തിരി കുട്ടികളുണ്ട്, ചിലർക്ക് പേര് ഞാൻ മറന്നുവിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബ്ലഡിൽ ഈ സാധനം അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്പിരിറ്റിന് ഈ ഫുട്ബോളിന് തീർച്ചയായിട്ടും മാനിക്കുന്നു, ബിഗ് സല്യൂട്ട് തരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സമയത്ത് നമ്മുടെ കേരളം സെമിയിൽ മണിപ്പൂരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ISL ഫുട്ബോളിൽ ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരുമായിട്ട് കളിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മത്സരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് കുറച്ച് കാണുന്നില്ല. ഇതിൻ്റെ സംഘാടകരെ എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, സല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫുട്ബോൾ ഈ സ്പോട്ട് കിക്ക് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. വേണമെങ്കിൽ എൻ്റെ കാല് മുട്ടിരണ്ട് ഓപ്പറേഷൻ ചെയ്താൽ ഒരു ചെറിയ കിക്ക് എടുക്കാൻ ശ്രമിക്കാം, നിങ്ങളെല്ലാവരും അനുവാദത്തോടുകൂടി. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എവരിബഡി.